കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥാ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ, അങ്ങേ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അവിടുന്ന് ഒരു ദിവസം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നാഥ അവിടുന്ന് നടത്തിയ വിധങ്ങളെ, അവിടുന്ന് ഞങ്ങളെ കരുതിയ വിധങ്ങളെ, പരിപാലിച്ച വിധങ്ങളെ, കർത്താവ് നിർത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. നാഥ, വിശേഷാൽ കർത്താവ് ഇന്ന് പ്രഭാതത്തിലും അവിടുത്തെ മക്കളാകുന്ന അടിയങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവമേ അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നതിനേക്കാൾ ഉപരി ആത്മീക ബലം പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. നല്ല ഗാനങ്ങൾ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല സങ്കീർത്തനങ്ങളെ, നല്ല ദൈവികാലോചനകളെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരുമാറാകണം. നല്ല സാക്ഷ്യങ്ങളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുമാറാകണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്ന ആത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ നിറവോടെ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്നൊരു പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു പുത്തൻ ഉണർവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ നൽകി തരുമാറാകണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസന്മാരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാഥ, അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തിരുക്കരങ്ങളിലേക്ക് അടിയങ്ങളെ എല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കട്ടെ. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവകൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. സകലമാനത്തിനും മഹത്വത്തിനും അവിടുന്ന് മാത്രം യോഗ്യനായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഞാൻ പാടുമേ നാളിനി മോതാൽ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താൽ എന്നെ വീണ്ടതിനാൽ. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിന വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ പൊൻവൈരമോ അല്ല മറുവിലയാൽ. വെറും വെള്ളിയല്ല എന്നെ വാങ്ങുവാൻ പൊൻവൈരമോ അല്ല മറുവിലയാൽ. കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ. ദൈവ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ. ഞാൻ പാടുമീ നാളിനി മോതാൻ കുഞ്ഞാട്ടിൻ വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ. വിലയേറും രക്തത്താലെന്നെ വീണ്ടതിനാൽ. അതിദുഃഖിതനായ
അതിദുഃഖിതനായി ഭൂവിൽ തീർന്നു ഞാൻ വാൻപീഡയാൽ വലഞ്ഞിടുന്ന അതിദുഃഖിതനായി ഭൂവിൽ തീർന്നു ഞാൻ വാൻപീഡയാൽ വലഞ്ഞിടുന്ന എന്നേശുമാർ വചിരാശ്വാസം എന്നേശുമാർ വചിരാശ്വാസം കൊണ്ടു നിത്യം പാടും ബോധമായി സ്തുതി സ്തോത്രം യേശുവിന് കൊണ്ടു നിത്യം പാടും ബോധമായി സ്തുതി സ്തോത്രം യേശുവിന് ഞാൻ പാടും ഈ നാളിനി ഓതാൻ കുഞ്ഞാട്ടിൻ വിലയേറുന്നേ കർത്താവെന്നെ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ വിലയേറുന്നേ കർത്താവെന്നെ വീണ്ടതിനാൽ കുരിശു ചുമലേന്തിയ ബാലനെ യെരൂശലേം വഴി പോയവനെ കുരിശു ചുമലേന്തിയ നാഥനെ യെരൂശലേം വഴി പോയവനെ കുരിശിൽ ചെന്നിയ ചോരയാ കുരിശിൽ ചെന്നിയ ചോരയാ പുതുജീവൻ ദൈവ കുഞ്ഞാട്ടിൻ വീണ്ടതിനാൽ ദൈവ കുഞ്ഞാട്ടിൻ
hallelujah, hallelujah. Thank you, Jesus. Hallelujah, hallelujah. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുകയാണ്. Thank you, Lord. Hallelujah. Thank you, Jesus. ദൈവകരങ്ങളിലേക്ക് നമ്മെ വീണ്ടും സമർപ്പിക്കാം. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നാം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത് നമുക്ക് നിശ്ചയമായും അനുഗ്രഹമായി തീരേണ്ടതിന്, ദൈവപ്രവർത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന്, ആത്മാവിലും ശരീരത്തിലും ബലം പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കേണ്ട ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. സ്തോത്രം. നമ്മെല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവല്ലോ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. കാൽവരിയിലൂടെ ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, വെള്ളിയാഴ്ച രാവിലെ സമയം സഭയായ അപ്പച്ചൻ്റെ പാദപീഠത്തോട് വന്ന് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ മഹിത്വപ്പെടുത്തുവാൻ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മയ്ക്ക് നന്ദി കരേറ്റുവാൻ ഒരു അവസരങ്ങൾ ദാനമായി തന്ന ദൈവത്തിൻ്റെ മഹാസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെക്കാൾ ഭക്തന്മാർ, ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാർ പട്ടുപോയ പോർക്കളത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിൽക്കേണ്ടത് ദൈവത്തിന് പ്രത്യേകമായ വിശേഷമായ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുന്നത് വളരെ ഭയത്തോടെയാണ്. ഈ പ്രവാസകാലം കഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായ കരുതലിനുള്ളിലായിരിക്കാനുള്ള കൃപ അവിടുന്ന് പകർന്നു നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നുവെന്നോ നടന്നുവെന്നോ പറയുവാൻ ഞങ്ങൾക്ക് യാതൊരു അവകാശമില്ല. കർത്താവ് ഞങ്ങളെ നടത്തുകയും നിർത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം കർത്താവിനോട് ഞങ്ങൾക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. കർത്താവെ, അങ്ങനെ നടത്തിയതിൻ്റെ ഉദ്ദേശം എന്നിലൂടെ തികച്ചെടുക്കുവാൻ ഞാൻ യോഗ്യനായി നിൽക്കുന്നുവോ? എന്നെ ഒന്നുകൂടെ കഴുകണമേ, എന്നെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണമേ, എന്നെ ഒന്നുകൂടെ ഒരുക്കണമേ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം ഏതെങ്കിലും വിധത്തിൽ ഒരുക്കം പൂർത്തീകരിക്കുന്ന തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ അതിന് പൂർത്തീകരണത്തിന് വേണ്ടി ഒരു കൂട്ടായ്മ കൂടി ഞങ്ങൾക്ക് തന്നത്. ഇന്ന് ശുശ്രൂഷ കർത്താവെ ആദരിക്കണമേ, മാനിക്കണമേ. അങ്ങനെ മഹനീയ സാന്നിധ്യം വാഗ്ദത്ത പ്രകാരം ഞങ്ങളുടെ നടുവുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ആ സാന്നിധ്യം ഞങ്ങൾക്ക് വിടുതലായി മാറുവാൻ, നന്മയായി മാറുവാൻ, അനുഗ്രഹമായി മാറുവാൻ സ്വർഗം സഹായിക്കുമാറാകണമേ. പാടുവാൻ പിന്നെയും കർത്താവ് നിങ്ങളെ സഹായിക്കണമേ. നല്ല സങ്കീർത്തനങ്ങളൊക്കെ ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഒരു സാക്ഷ്യം മറ്റൊരു വാസാക്ഷ്യത്തെ ഉളവാക്കുമാറ്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്മേലുള്ള മറുപടി കണ്ട് സന്തോഷിപ്പാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുമേശം ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നല്ലോ, അതിൽ പ്രാഗൽഭ്യത്തോട് അംശങ്ങളായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് പകർന്നു നൽകുമാറാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസനെ കർത്താവ് കരങ്ങളിൽ ഉപയോഗിക്കണമേ. വചനത്തിന്റെ മർമ്മങ്ങൾ പ്രസ്താവിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ മാംസം പലകയിൽ എഴുതി ജീവിതത്തിൽ പ്രാവർത്തികമായി മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരുവൻ ആഗ്രഹിക്കുന്നത് എത്രയും വേഗത്തിൽ കൂട്ടിവരുത്തുമാറാകണമേ. ആലത്തെയും പരിസരത്തെയും ദൂതന്മാരെ കൊണ്ട് കാവലാക്കണം. പിന്നെ കർത്താവിന്റെ പാദപീഠത്തിൽ ഏകാഗ്രതയോടെ ഇരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്ര. സകല മഹത്വവും അപ്പച്ചന്. അടിയങ്ങൾക്കായി ജീവനെ അർപ്പിച്ച ക്രിസ്തുവേശുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 11-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 11, സാംസ് 11 അതിൻ്റെ അവസാനത്തെ വാക്യം 7-ാം വാക്യം ചേർന്ന് പാടിയും കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താമല്ലോ. 11-ാം സങ്കീർത്തനം. ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? ഇതാ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യും? സ്വർഗത്തിലാകുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യത്വമാരെ ശോധന ചെയ്യുന്നു. യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു. ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു. ദുഷ്ടന്മാരെ മേൽ അവൻ കണികളെ എറിയുന്നു. ചേർന്ന് പാടാം. യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ അവന്റെ മുഖം കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഒരല്പസമയം നമ്മുടെ കർത്താവിന് നന്ദി കരേറ്റാമല്ലോ. അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട്, നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, പരിപാലിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട്, കരുതിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പറയാം. കർത്താവേ, അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതത്തെ നിറവേറ്റിയത് കൊണ്ട്, അവിടുന്ന് ഞങ്ങളെ നിർത്തിയത് കൊണ്ട് കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുകയാണ്. താങ്ക് യു ജീസസ്. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ നന്ദിയോടെ അവിടുന്ന് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുമ്പോൾ നമുക്ക് ചേർന്ന് പാടാം. എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വൻതയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. ചേർന്ന് അവയെ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ പാടി സ്തോത്രം ചെയ്യാമല്ലോ.
ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻകൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ആ കരുണയോർക്കുമ്പോ വത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. യേശുവേ സ്വന്തം ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻകൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ആ കരുണയോർക്കുമ്പോ വത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. യേശുവേ ഓർക്കുമ്പോ കണ്ണുകൾ നിറയുമെന്റെ പ്രിയനേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ. എന്റെ നാവ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻകൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ആ കരുണയോർക്കുമ്പോ വത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. ഓ നിത്യസ്നേഹമോർക്കുമ്പോ വൻകൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ഓ ആ കരുണയോർക്കുമ്പോ വൻത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. നിന്റെ സ്നേഹമോർക്കുമ്പോ വൻകൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ഓ കരുണയോർക്കുമ്പോ വത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. യേശുവേ നമുക്ക് ഒരുമിച്ച് ഒരു ഗാനവും കൂടെ കരങ്ങളെ അടിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ, മറന്നിടാതെ ഇവിടെന്നെ കരുതിയിടുവാൻ മാറാതെ അവൻ എൻ്റെ അരികിലുണ്ട്. ചേർന്ന് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. മറവിടമായി എനിക്ക് യേശുവുണ്ട്, മറച്ചിടും അവൻ എന്നെ ചിറകടിയിൽ.
വിശ്വസ്തനല്ലോ വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ വിളിച്ച ദൈവം വിശ്വസ്തനല്ലോ വഴിയിൽ വലഞ്ഞു ഞാൻ അലയാനിടാ വരികയില്ല അവനെന്നെ പിരികയില്ല വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു അവൻ വരികയില്ല അവനെന്നെ പിരികയില്ല വലതുകൈ പിടിച്ചെന്നെ നടത്തിടുന്നു
Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. നമ്മെ വിളിച്ച ആ ദൈവം വിശ്വസ്തനായി വഴിയിൽ വലഞ്ഞലയാതെ വണ്ണം വലങ്കരത്തിന് പിടിച്ച് നടത്തുവാൻ പ്രാപ്തനായി വിശ്വസ്തനായി നമ്മോട് കൂടെ ആ കർത്താവിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഹല്ലേലൂയ. അനുദിനവും ഓരോ ദിവസവും അനുഗമിപ്പാൻ നല്ല മാതൃകയായി നമ്മുടെ ജീവിതത്തിൽ ആനന്ദം പകരുന്നവനായി നമ്മോട് കൂടെയുള്ളത് കൊണ്ട് തളർന്നു പോകാതെ, പതറിപ്പോകാതെ, ഭയപ്പെടാതെ, ഭ്രമിക്കാതെ അവൻ നടക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തമാക്കുന്ന ആ ദൈവിക വിശ്വസ്തതയ്ക്കായി Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. Thank you, Jesus. കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുക. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആമേൻ. വഴിയിൽ വലഞ്ഞലയുവാൻ ഇടയാക്കാതെ അത്ഭുതകരമായി, അതിശയകരമായി ഞങ്ങളെ നടത്തുന്ന കർത്താവാണെന്ന് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഓർക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അവസരത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. തുടർന്നുള്ള സമയങ്ങളിലും അവിടുത്തെ സന്നിധി ഞങ്ങളായിരിക്കും. അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, അവിടുന്ന് ഞങ്ങളോട് ഇടപെടുമാറാകണമേ. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ചു തരുന്നു. മാനവും മഹത്വം അങ്ങേക്ക് മാത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിലിരിക്കാമല്ലോ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗ്ഗത്തിലെ ദൈവം നൽകി തന്ന ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷം നമ്മുടെ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവർ, എൽഡേഴ്സായിട്ടുള്ളവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. സ്വർഗത്തിലെ ദൈവം ഇതുവരെ നമ്മെ നടത്തിയ, ഇപ്പം നാം പാടിയതുപോലെ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായി നമ്മെ പരിപാലിച്ച അവിടുത്തെ കൃപകൾക്കായി കർത്താവിന് മഹത്വം കരയേറ്റുന്നു. നാം വായിച്ച സങ്കീർത്തനം അത് 11-ാം സങ്കീർത്തനമാണല്ലോ. ദാവീദിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമായി ഈ സങ്കീർത്തനത്തെ നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ വളരെ വ്യക്തതയോടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ യഹോവയെ എൻ്റെ ശരണമാക്കിയിരിക്കുന്നു. സ്തോത്രം. ശത്രുക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടതിന് മറ്റുള്ളവർ ഉപദേശിക്കുന്ന ഒരു സാഹചര്യം തൻ്റെ ജീവിതത്തിലുണ്ട്.
ആ ഒരു സാഹചര്യത്തിൽ അവരുടെ മുൻപാകെ ഉറച്ചു നിൽക്കുവാൻ ഈ ലോകത്തിൻ്റെ അടിസ്ഥാനങ്ങൾ പോരാ. ഈ ലോകത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് ആശ്രയിക്കുവാൻ കഴിയുകയില്ല. കാരണം അത് മറിഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ നീതിമാൻ എന്തു ചെയ്യുമെന്നൊരു ചോദ്യം സങ്കീർത്തനക്കാരൻ്റെ അധരങ്ങളിൽ നിന്ന് ഉയരുകയാണ്. എന്നാൽ സ്തോത്രം, ഈ സങ്കീർത്തനം എഴുതിയ ദാവീദിനെ പോലെയുള്ള ഭക്തന്മാർക്ക് പറയുവാനായിട്ട് കഴിയും, അവരോട് ചേർന്ന് നമുക്കും പറയുവാനായിട്ട് കഴിയുമതേ, ഈ ലോകത്തിൻ്റെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാലും ഞാൻ ശരണമാക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആശ്രയിക്കുവാൻ കഴിയുന്ന, ശരണമാക്കുവാൻ കഴിയുന്ന ആ ദൈവം എനിക്ക് യുഗങ്ങളുടെ പാറയായി കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ യഹോവയെ എൻ്റെ ശരണമാക്കിയിരിക്കുന്നു. സ്തോത്രം. അടുത്ത ഭാഗം, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീ, അവിടുന്ന് ഓടി മറയുവീനെന്ന് അനേകർ പറയുന്നുണ്ട്. എന്നാൽ സ്തോത്രം, എനിക്കങ്ങനെ ഓടി മറയുവാനായിട്ട് കഴിയുകയില്ല. ഹൃദയ പരമാർത്ഥികളായിട്ടുള്ളവരെ എയ്യേണ്ടതിന് ദുഷ്ടന്മാർ സ്തോത്രം അസ്ത്രം ഞാനിന്മേൽ തൊടുക്കുന്ന സാഹചര്യം, അത് ഇരുട്ടിന്മേൽ മറഞ്ഞു നിന്നുകൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതുകയാ. സ്തോത്രം, ഇരുട്ടിൽ മറഞ്ഞു നിന്നുകൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിലും സങ്കീർത്തനക്കാരൻ ഒന്നേ പറയുവാനുള്ളൂ, ഞാൻ എൻ്റെ യഹോവയെ എൻ്റെ ശരണമാക്കിയിരിക്കുന്നു. പ്രിയ ദൈവത്തിൻ്റെ പൈതൽ, ഏത് സാഹചര്യമായാലും നമുക്ക് പറയുവാനായിട്ട് കഴിയട്ടെ, ഞാൻ ശരണമാക്കിയിരിക്കുന്നത് എൻ്റെ ദൈവത്തെയാ. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം, അതിൻ്റെ 4-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നേ, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. സ്തോത്രം. സങ്കീർത്തനക്കാരൻ അറിയാം, തനിക്ക് സഹായം ലഭിക്കുന്ന ഇടം എവിടെയാണ് ഒരു ഭക്തൻ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കേണ്ടത്? അത് ദൈവത്തിൻ്റെ സന്നിധി മാത്രമാണ്. അതുകൊണ്ട് വളരെ വ്യക്തതയോടെ അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിനപ്പുറത്ത് സങ്കീർത്തനക്കാരൻ പറയാതെ, എനിക്കറിയാം യഹോവ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. സ്തോത്രം. അവിടെ എനിക്ക് സഹായം ലഭിക്കുവാനിടയാകും. സകലത്തെയും നിയന്ത്രിക്കുന്ന, ന്യായമായി വിധിക്കുന്ന, ഭക്തരെ കൈവിടാത്ത, തന്നിൽ ആശ്രയിക്കുന്നവരെ തള്ളിക്കളയാത്ത, കണ്ണുനീരിന് മറികടന്നു പോകാത്ത, ഹൃദയം നുറുകിയവർക്ക് സമീപസ്ഥനായ ആ ദൈവിക സാന്നിധ്യം അത് വിശുദ്ധ മന്ദിരത്തിലുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ട്. ആമേൻ. അതുകൊണ്ട് സങ്കീർത്തനക്കാരന് മറ്റൊരു കാര്യം കൂടെ പറയാനായിട്ട് കഴിയും. അതിൻ്റെ 7-ാമത്തെ വാക്യം, ദുഷ്ടന്മാർ അവരുടെ കെണികളെയൊക്കെ വർഷിപ്പിക്കുമ്പോഴും യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു. നേരുള്ളവർ നീതി കെട്ടവർക്ക് ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുവാൻ കഴിയാതെ വരുമ്പോൾ നേരുള്ളവർ, നീതിമാന്മാരായിട്ടുള്ളവർ ആ ദൈവത്തിൻ്റെ മുഖം കാണാം. അവർ തകരുകയില്ല. സ്തോത്രം. നീതിയോടെ വിധിക്കുന്നവൻ്റെ മുൻപിൽ അവർക്ക് ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് കഴിയും. അതേ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോഴും നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയട്ടെ, അതേ, ഞാൻ ശരണമാക്കിയിരിക്കുന്ന എൻ്റെ യഹോവയുണ്ട്. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ എന്നെ നിർത്തുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. നേരുള്ളവർ അവൻ്റെ മുഖത്തെ കാണും. ആമേൻ. സ്തോത്ര. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം സാക്ഷ്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ പഠിച്ച വാക്യം എഴുന്നേറ്റെന്ന് പറയുമ്പോൾ, children can stand together and they will recite the Bible verse. Kriba Manoj will come forward and will lead the session. Praise the Lord. Galatians 6 verses 7 and 8. Do not deceive yourself and do not make a fool of God. A person will receive exactly what he sows. And if he sows on the fields of human desires, he will reap the harvest of death. And if he sows on the fields of spirit, he will reap the harvest of eternal life. Amen. Amen. Shout hallelujah.
പ്രൈസ് ദ ലോർഡ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ദാദാ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സഭാമുമ്പാകെ എഴുന്നേറ്റ് നിന്ന് വാക്യം പറയുവാൻ സ്വർഗത്തിലെ ദൈവം അവരെ ബലപ്പെടുത്തിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ പ്രഭാതത്തിലും കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇടയാക്കിയത് കൊണ്ട് സ്തോത്രം. സ്വർഗത്തിലെ ദൈവമേ, അവരെ എല്ലാവരെയും പേരുപേരായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് സഹായിക്കുമാറാകണമേ. അവരുടെ പഠനത്തിൽ, അവരുടെ യാത്രയിൽ, അവരുടെ കളികളിൽ, അവരുടെ ഇടപാടുകളിലെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ബോർഡ് എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ദൈവകരങ്ങളിലേക്ക് അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗത്തിലെ ദൈവം അവരെല്ലാം ബലപ്പെടുത്തുമാറാകണമേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. You all may be seated. മുതിർന്ന പ്രിയപ്പെട്ടവർക്ക് സാക്ഷ്യത്തിനുള്ള സമയത്തെ വേർതിരിക്കുന്നു. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. ആരുമില്ല എന്ന് കരുതുന്നു. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ Praise to be His holy name, and greetings to all of you in the matchless name of our Lord and Savior Jesus Christ. I'm standing here with immense gratefulness. In this church, I came and joined in 96, and thus so far the Lord has been really good to us as a family. The cameras. I take this privilege to thank all my dear brothers and sisters, my dear elders, and with gratitude I am standing here today to say a big thank you for all of you for your support and prayers. When I turn back the last 28 years, the Lord was only good and faithful to me and my family. And I acknowledge this standing before you because I know the church was praying for us. And we believe that whatever happens in our life, it is God's plan and purpose. And we submit ourselves as a family. As you know, my daughter also grew up here in the Sunday school. And proudly, as parents, let me tell you, today she is teaching a group of children in Qatar Church of God. And I praise God for all the good things He has done. I just came this morning because I know this is my last service here with you all. I just wanted to cherish those good moments. So occasionally I used to come here and attend. And you know that because of the Hindi meetings in the afternoon, I'm tied up with a lot of other things. So that's why morning I avoid to come. But anyway, the Lord has been really gracious upon us, and we could only thank Him for all the good benefits He has done in our life. I take this opportunity to thank the pastors who have really supported through their prayers and guided us at the right moment. I know that we are going to miss this big fellowship, especially my Hindi fellowship, which I cherished a lot, and being with them, and really I could do little bit of things supporting the church. And I believe that whatever responsibility the church gave me, I'm not telling that I did my 100%, but to be very faithful and be a worthy vessel in God's presence, if God wills. We as a family are moving back to Kerala and settling down there.
I request the church to pray so that wherever we are, the Lord help us to be more useful vessels for His kingdom. And I take this opportunity to thank all the church members who are really supporting, praying for us. And this shift may be a blessing for us as a family. So we intend to move from here, and coming Saturday, that is Sunday early morning is our flight. Please pray for us so that we have a safe journey, and we intend to be looking forward to join and also do something as per God's plan. Thank you once again. God bless us all. ആമേൻ. സ്തോത്രം. ബൈക്കിൽ കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാം എന്നെ ബലത്തോടു നിർത്തിയല്ലോ. കഴിഞ്ഞ കാലം ഞാൻ ഓർത്തിടുമ്പോൾ ഇതിനൊന്നും യോഗ്യനല്ലേ, ബലഹീനനാം എന്നെ ബലത്തോടു നിർത്തിയല്ലോ. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. നിൻ സ്നേഹം ഞാൻ രുചിച്ചു, ഓ എത്രയോ മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിൽ മേലെത്ര മധുരം. തേനിനേക്കാളും തേൻകട്ടയേക്കാളും എന്നാവിൽ മേലെത്ര മധുരം. ദൈവനാമത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ ദൈവസ്ഥാനത്ത് എഴുന്നേൽപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ 1.5 മാസക്കാലമായി നാട്ടിലായിരുന്നു. ഒരു ജോലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. തക്ക സമയം ദൈവം ഒരുക്കി നൽകി തന്നു. പ്രാർത്ഥിച്ച ദൈവദാസനും കുടുംബത്തോടും മറ്റെല്ലാ ദൈവമക്കളോടും എൻ്റെ കുടുംബത്തെയും നന്ദി അറിയിക്കുന്നു. നിങ്ങളെ തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നേരുന്നുകൊള്ളും. ആമേൻ. സ്തോത്രം, സ്തോത്രം. ആമേൻ. സാക്ഷ്യവാചകങ്ങളിലൂടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ബെന്നി സാറിനെ കുടുംബമായി ഒരിക്കൽ കൂടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ. നമുക്കറിയാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങൾ ഈ ദേശത്ത് ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. ആമേൻ. സ്തോത്രമായിരുന്ന സമയങ്ങളിലൊക്കെ സഭയ്ക്ക് ഏറെ അനുഗ്രഹമായിരുന്നു. വിവിധ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുവാനൊക്കെ കർത്താവിൻ്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി. വിശേഷാൽ ഹിന്ദി മീറ്റിങ്ങിന് ആമേൻ ഒരു നട്ടല്ലായിരുന്നു എന്ന് പറയത്തക്കവണ്ണം ആമേൻ അനേക കാര്യങ്ങൾ ഹിന്ദി മീറ്റിങ്ങിന് വേണ്ടി ചെയ്യുവാൻ കർത്താവ് എടുത്ത് ദാസനെ ബലപ്പെടുത്തി. ആൻറ്റിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ആമേൻ. പ്രിയ ബെറ്റിയെ ദൈവകരങ്ങളിൽ കുടുംബമായി ദൈവം മാനിക്കേണ്ടതിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. പ്രിയപ്പെട്ടവർ വരും ദിവസം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കേണ്ടതിന് കർത്താവിൻ്റെ പദ്ധതി ആമേൻ ജീവിതത്തിൻ്റെ തലങ്ങളിൽ വെളിപ്പെടേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രിയ ബെന്നി സാറിനെ കുടുംബമായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ജേക്കബ് വർഗീസ് ബ്രദറിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏകദേശം 1.5 മാസത്തോളം നാട്ടിലായിരുന്നു. ആമേൻ. ഒരു ജോലിക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് ജോലി നൽകിക്കൊടുത്ത് തിരികെ ഇവിടെ കടന്നു വരുവാനും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. പ്രിയ ജേക്കബ് ബ്രദറിനെയും കുടുംബമായി ആമേൻ പ്രിയ മാതാവിനെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
ആമേൻ. അതുപോലെ തന്നെ ചില പ്രാർത്ഥനാ വിഷയങ്ങളും കൂടെ അറിയിക്കട്ടെ. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ പ്രിയ BG മധുച്ചായൻ്റെ പ്രിയ മാമ ശാന്തമാമയുടെ ഫ്യൂണറൽ കഴിഞ്ഞ ശനിയാഴ്ച അനുഗ്രഹമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. ആ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ഭവനത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചൊരിക്കൽ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ ജോസ് വർഗീസ് ചായൻ കാലിന് വേണ്ടത്ര സുഖമില്ലാതെ ആയിരിക്കുന്നല്ലോ. കർത്താവ് പൂർണ്ണ സൗഖ്യവും വിടുതലും നൽകി ബലത്തോടെ നിർത്തേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബോർഡ് എക്സാം എഴുതിയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അവർക്ക് നല്ല റിസൾട്ട് ലഭിക്കണം, നല്ല അഡ്മിഷൻ ലഭിക്കണം. കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കേണ്ടതിന് നമ്മുടെ തലമുറകളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടേക്ക് കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പുത്തൻ അഭിഷേകത്തോടെ കടന്നു വന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്നത്തെ പ്രഭാതത്തിലെ സഭായോഗത്തിന് ശേഷം ആമേൻ അടിയനും നമ്മുടെ കൗൺസിലുള്ള പ്രിയപ്പെട്ടവരുമായിട്ട് ഒരുമിച്ച് സൂറിൽ അവിടെ സ്നാന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആമേൻ. സ്തോത്രമായ യാത്രയും ശുശ്രൂഷകളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചന ശുശ്രൂഷയും ഏൽപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, എന്നുള്ള സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൽക്കാലം ദൈവമേ അങ്ങനെ എല്ലാവരും പന്ന കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നല്ല പാട്ടുകൾ തന്നു, നല്ല ദൈവേ സ്തോത്രം, സംഗീതം തന്ന ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കൂട്ടി വന്ന ജനങ്ങളെല്ലാം ദൈവമേ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കും ദൈവമേ സ്തോത്രം. അവരെ പരിപാലിച്ച വിധങ്ങൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രത്യേക ബെന്നിസാൻ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. നീണ്ട 28 വർഷക്കാലം ദൈവമേ ഹല്ലേലൂയ സഭയോട് സംബന്ധിച്ച് ദൈവമേ ഇവിടെ ആയിരിക്കാൻ തന്ന കൃപയ്ക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഇവിടെ ആയിരിക്കുമ്പോൾ ദൈവമേ ഹല്ലേലൂയ സഭയ്ക്ക് വലിയൊരു അനുഗ്രഹമായി ആ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം സ്തോത്രം. കുടുംബമായി ഇവിടെ പാർക്കാനും ഹല്ലേലൂയ സൺഡേ സ്കൂളിലെ ദൈവമേ വിവിധ സഭയുടെ ദൈവമേ ചുമതല വഹിക്കാനും ദൈവമേ ഹല്ലേലൂയ ഞങ്ങളുടെ ദാസം കൊടുത്ത കൃപയ്ക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. വരുന്ന ദൈവമേ ഞായറാഴ്ച ദൈവമേ ഹല്ലേലൂയ നാട്ടിലോട്ട് കുടുംബമായി പോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ ദൈവമേ സ്തോത്രം. യാത്രയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യ സംരക്ഷണം കൂടിയിരിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. നാട്ടിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമേ അങ്ങ് ദൈവദാസനെ കുറിച്ച് ദൈവമേ എന്ത് ആഗ്രഹിക്കുന്നു ചീർപ്പാൻ ദൈവമേ പ്രത്യേക കൃപയും അനുഗ്രഹവും കൊടുക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. മോൾ ഖത്തറിലായിരിക്കുന്നുള്ള ദൈവമേ സ്തോത്രം. അവരെയും കുടുംബമായ ദൈവമേ അനുഗ്രഹിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ജേക്കബ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും ദൈവമേ ഹല്ലേലൂയ. പുതിയ ജോലി കൊടുത്ത് ദൈവമേ ഈ ദേശത്ത് കൊണ്ടുവന്നല്ലോ, അതിനാ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമേ ജോലിയിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ജോലി ചെയ്യാനുള്ള കൃപയും ആരോഗ്യം ബലവും എല്ലാം ദൈവമേ നൽകുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ജോസഫ് നായനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ കാലിൻ്റെ ദൈവമേ ഹല്ലേലൂയ ഭാരപ്പെടുന്നുള്ള ദൈവമേ പൂർണ്ണ സൗഖ്യം ഈ ദിവസം ദൈവമേ കൊടുക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവമേ കൂടിയിരിക്കുമാറാകണമേ. PG മാത്യുജാനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. സമാവിൻ്റെ ദൈവമേ ഹല്ലേലൂയ ശുശ്രൂഷകളും ദൈവമേ വളരെ അനുഗ്രഹമായി തീരുവാൻ കഴിഞ്ഞുള്ള ദൈവമേ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദുഃഖത്തിലായിരിക്കുന്ന ആ കുടുംബത്തെ ദൈവമേ അങ്ങ് ആശ്വസിപ്പിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ. പുതുബലം നൽകുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ബോർഡ് എല്ലാം ദൈവമേ കഴിഞ്ഞിരിക്കുന്നല്ലോ ദൈവമേ ഹല്ലേലൂയ. അവർക്ക് എല്ലാവർക്കും ദൈവമേ നല്ല റിസൾട്ട് വരുവാൻ ദൈവമേ ഹല്ലേലൂയ ദൈവമേ സഹായിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ. അതിനുപരി ദൈവമേ അവരെല്ലാവരും ദൈവമേ ആത്മീയമായി അനുഗ്രഹിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ. ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ ദൈവമേ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു ദൈവമേ. ഇവിടെ വരാൻ പോകുന്ന ദൈവദാസനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ എല്ലാ പേപ്പറുകൾക്കും ദൈവമേ ഹല്ലേലൂയ നടക്കുവാൻ ദൈവമേ സഹായിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ. ഹല്ലേലൂയ. ഇവിടെ ശുശ്രൂഷിപ്പാനുള്ള കൃപ ദൈവമേ ധാരാളമായി കൊടുക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ ദാസനും ദൈവമേ കൗൺസിലും ദൈവമേ ഇന്ന് സുറിലോട്ട് കടന്നു പോകുന്നല്ലോ ദൈവമേ സ്തോത്രം. അവൻ്റെ യാത്രയിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം സംരക്ഷണം കൂടിയിരിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ. പ്രത്യേകാല അവിടുത്തെ സ്ഥാന ശുശ്രൂഷ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും അനുഗ്രഹമായി നടപ്പാൻ ദൈവമേ സഹായിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. എന്നത്തെ വചന ശുശ്രൂഷ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കും ദൈവമേ. ഹല്ലേലൂയ. അങ്ങനെ ആലോചന ദൈവമേ അങ്ങനെ ദാസനിലൂടെ ദൈവമേ നമ്മളെ അറിയിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. കത്രമേഷൻ നമ്മുടെ മധ്യ ഉണ്ടല്ലോ ദൈവമേ. പകലത്തോടുകൂടി ദൈവമേ ഹല്ലേലൂയ ദൈവമേ അതിൽ പങ്കുചേരുവാൻ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ. നമ്മൾ വന്നു പോയാലും ദൈവമേ ആത്മാത്ഭുത ശക്തി പ്രാപിച്ചു പോകാൻ ദൈവമേ നമ്മളെ സഹായിക്കുമാറാകടവേ എന്ന് പ്രാർത്ഥിക്കും ദൈവമേ സ്തോത്രം. സകല യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിച്ചുള്ള കൃപയും സ്വകീയ പിതാവേ. ആമേൻ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം 18-ാമത്തെ വാക്യം ശബ്ദം ഉയർത്തി വായിക്കാമോ? ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സസ് 17 and 18. അടുത്ത
അടുത്ത വാക്യം 18. നമ്മിൽ ആമേൻ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടമനുഭവിച്ചാൽ അത്ര. എന്നാൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന്. ആമേൻ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം അവകാശികളായി തീർന്നിരിക്കുകയാണ്. ആമേൻ. ഇന്ന് ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ഒരാത്മാവുണ്ട്. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമാ ലേഖനത്തിൽ വളരെ വ്യക്തതയോടെ പറഞ്ഞു, അത് ദാസ്യത്തിൻ്റെ ആത്മാവല്ല. സ്തോത്രം. അതിൻ്റെ തൊട്ട് മുകളിൽ ആ വാക്യം കിടപ്പുണ്ട്. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുക. സ്തോത്രം. എൻ്റെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ ഞാൻ പറയും, അവൻ വാതുക്കൽ നിന്ന് സ്തോത്രം അവൻ എത്തി നോക്കിയിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് അകത്ത് കയറുവാനുള്ള ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. ഏത് സമയത്തും കൃപാസനത്തോടടുത്ത് വരുവാൻ തക്കവണ്ണം ധൈര്യം പകരുന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഭയപ്പെടാതെ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മിൽ പകർന്നിരിക്കുന്ന ആത്മാവിനെ ഇന്ന് പകൽക്കാലം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അവിടുത്തെ കരുണയാൽ നാം അവകാശികളായി മാറിയിരിക്കുകയാണ്. അവിടുത്തെ കൃപയാൽ നാം കൂട്ടവകാശികളായി, ക്രിസ്തുവിന് കൂട്ടവകാശികളായി തീർന്നിരിക്കുകയാണ്. ഒരു കാലത്ത് ദൈവം സകല അവകാശങ്ങളും അധികാരങ്ങളും ഈ ഭൂതലത്തിൽ മനുഷ്യന് നൽകിയിരുന്നു. എന്നാൽ അവൻ്റെ അനുസരണക്കേട് നിമിത്തം സകലതും അവിടുന്ന് അവൻ നഷ്ടപ്പെടുത്തി. എന്നാൽ നഷ്ടപ്പെട്ടു പോയ സകല മാനവജാതിയെയും വീണ്ടെടുക്കേണ്ടതിന് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ നഷ്ടപ്പെട്ടു പോയ സകല അധികാരങ്ങളും സകല അവകാശങ്ങളും വീണ്ടെടുത്ത സ്തോത്രം അവന് നൽകേണ്ടതിന് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതുകൊണ്ട് എബ്രായ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ആമേൻ ആ കർത്താവിൻ്റെ മരണം നിമിത്തം നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം ആമേൻ വിളിക്കപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് ലഭിച്ചിരിക്കുകയാണ്. സകലത്തിനും അധികാരിയായ പുത്രൻ മുഖാന്തരം ആമേൻ സ്തോത്രം അധികാരവും അവകാശവും വിളിക്കപ്പെട്ടവർക്ക് ലഭിച്ചിരിക്കുകയാ. ആ നിത്യമായ അവകാശത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചിരിക്കുകയാ. സ്തോത്രം. പുത്രനോട് ചേർന്നുള്ള അവകാശത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചിരിക്കുകയാ. ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയുവാനായിട്ട് കഴിയണം, എന്നിൽ വ്യാപരിക്കുന്ന ആത്മാവ് അത് ദാസ്യത്തിൻ്റെ ആത്മാവല്ല. സ്തോത്രം. അത് അവൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എനിക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് അവിടുന്ന് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തവും അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു തന്നവൻ. ആ ഒരു വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ 28-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ ആമേൻ സ്തോത്രം 3-ാം അധ്യായം 32-ാമത്തെ വാക്യമാണ്. ഒന്നെടുത്ത് വായിക്കാം. റോമർ 3-ാമത്തെ അധ്യായം അതിന് 32-ാമത്തെ വാക്യം. 3-ാം അധ്യായമല്ലേ? 31 ഉള്ളൂ അല്ലേ? ആമേൻ സ്തോത്രം. ആ വാക്യം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. സ്വന്തം പുത്രനെ ആദരിയാതെ, നമുക്കെല്ലാവർക്കും കാണാതെ അറിയാവുന്ന വാക്യമാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും
നമുക്ക് നൽകാതിരിക്കുമോ? സ്തോത്രം. എന്നെ ഏറെ ചിന്തിപ്പിച്ചിട്ടുള്ള വാക്യമാണ്. അവൻ സ്വന്തം ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ. സ്തോത്രം. അവനോട് കൂടെ അവകാശവും നമുക്ക് നൽകിയിരിക്കുകയാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പോടെ പറയുവാനായിട്ട് കഴിയോ? അത് എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ സ്തോത്രം ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട്, അവകാശത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ നിത്യാവകാശത്തിൻ്റെ വാഗ്ദത്തം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകലായിരിക്കുമ്പോൾ സ്തോത്രം സ്വന്തം പുത്രനെ എനിക്ക് വേണ്ടി നൽകി തന്നവൻ എനിക്ക് ആവശ്യമുള്ളത് നൽകി തരുവാൻ മതിയായവനാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് ഇവിടെ നിൽക്കുമ്പോൾ ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ അവൻ നമ്മെ സമ്പന്നരാക്കേണ്ടതിന് ദരിദ്രനായി തീർന്ന ഈ അരുമനാഥൻ്റെ കൃപ നിമിത്തം ഇന്ന് പകൽക്കാലം നാം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നാം ഓരോരുത്തരും ക്രിസ്തുവിൽ എത്രയോ സമ്പന്നരാ. ക്രിസ്തുവിൽ എത്രയോ സമ്പന്നരാ. സ്തോത്ര. കാരണം സമ്പന്നനായിരുന്നവൻ അവൻ സ്തോത്രം ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളാതെ ദാസരൂപമെടുത്ത് നമുക്ക് വേണ്ടി ഒന്നുമില്ലാതെയായി തീർന്നു, ശൂന്യമായി തീർന്നു. അങ്ങനെയെങ്കിൽ സ്തോത്രം വചനം വ്യക്തമായിട്ട് പറയുന്നു, അവിടുന്ന് ശൂന്യമായി തീർന്നത്, സമ്പന്നത വെടിഞ്ഞത്, സകല അധികാരവും വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നത് സ്തോത്രം നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ നമുക്കൊന്ന് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയുമോ? സ്തോത്രം. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി ദാസ്യത്തിന്റെ ശക്തിയല്ല, അവൻ ഭയത്തിന്റെ ശക്തിയല്ല, ആ പുത്രത്വത്തിന്റെ ശക്തിയാകയാൽ ഞാൻ ക്രിസ്തുവിൽ സമ്പന്നനായി തീർന്നിരിക്കുകയാണ്. സ്തോത്രം. പാപമറിയാത്ത ഏകജാതനെ അവൻ നമുക്ക് വേണ്ടി ദാനമായി നൽകി. അവൻ ആ ക്രിസ്തുവിന്റെ മരണത്താൽ സകലതും ത്യജിച്ചു കളഞ്ഞ ആ ക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലം നാം അവകാശികളായി മാറിയിരിക്കുകയാണ്. സ്തോത്രം. നമുക്ക് ലഭിച്ച അവകാശങ്ങൾ ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് ഒന്ന് ചിന്തിക്കുകയാണ്. പ്രധാനപ്പെട്ട ചില അവകാശങ്ങൾ. അതിലൊന്ന് 119 സങ്കീർത്തനം 57 വാക്യം. ഒന്നെടുക്കാം. 119 സങ്കീർത്തനം 57 വാക്യം. യഹോവേ, നീ എൻ്റെ ഓഹരിയാകുന്നു. അടുത്ത വാക്യം പഠിച്ച. ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദി ലോർഡ് ഈസ് മൈ പോർഷൻ. അവിടുന്ന് എൻ്റെ ഓഹരിയാണ്. സ്തോത്രം. ദൈവമില്ലാതിരുന്ന ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാതിരുന്ന നമ്മെ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അവകാശികളാക്കി തീർത്ത ആ ദൈവ സ്നേഹം. ആമേൻ. ഈ ദൈവം എൻ്റെ ഓഹരിയാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ. സ്തോത്രം. ഈ ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചുകൊണ്ട് പറയാം, ആ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ളൊരർത്ഥമാണ് അവിടെയുള്ളത്. സർവവ്യാപിയായി ഞാൻ ഏത് സമയത്ത് എവിടെ പോയാലോ ആ ദൈവിക സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. സ്തോത്രം. അവിടുത്തെ ആ ദൈവം സർവജ്ഞാനിയാണ്. അവൻ എന്നെ യഥാർത്ഥമായി അറിയുന്ന, ഞാൻ ആരാണെന്ന് അറിയുന്ന, എന്നെക്കുറിച്ചുള്ള സകല ബോധ്യമുള്ള സർവജ്ഞാനിയായ ഒരു കർത്താവാണ് അവൻ. ആ ദൈവം അവിടെ കൊണ്ട് തരുന്നില്ല. അവിടുന്ന് സർവശക്തന. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം എൻ്റെ ഓഹരിയായിട്ടുണ്ട്. സ്തോത്രം. പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പറയാൻ കഴിയുമോ? ആമേൻ. ഈ ദൈവം സങ്കീർത്തനക്കാരോട് ചേർന്ന് പറയണം, ഈ ദൈവം എൻ്റെ ഓഹരിയാ. ആമേൻ. സർവവ്യാപിയായ ദൈവം. ആമേൻ. ഞാൻ എവിടെ പോയാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ആ കർത്താവ് അവിടുന്ന് എൻ്റെ ഓഹരിയാ. ഞാൻ എവിടെ പോയാലും എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നെ കരം പിടിച്ച് നടത്തുവാൻ ശക്തനായ ഒരു ദൈവം അവിടുന്ന് എൻ്റെ ഓഹരിയാ. അവിടുന്ന് സർവജ്ഞാനിയാ. സ്തോത്രം. ഏത് സമയത്തും അവൻ എന്നോട് കൂടെ ഇരിക്കുക മാത്രമല്ല, എന്നെ യഥാർത്ഥമായി അറിയുന്ന കർത്താവ്. ഓർപ്പിക്കാറുണ്ടല്ലോ, മറ്റുള്ളവരൊന്നും നമ്മെ അറിഞ്ഞില്ലെങ്കിലും അമ്മ മറ്റുള്ളവർക്കൊന്നും നമ്മുടെ സ്തോത്രം വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലായില്ലെങ്കിലോ
സ്തോത്രം, നമ്മുടെ വേദനയുടെ കാഠിന്യം മറ്റുള്ളവർക്കൊന്നും മനസ്സിലായില്ലെങ്കിലോ, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നമ്മുടെ കർത്താവ് നമ്മെ അറിയുന്ന കർത്താവ്, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന കർത്താവ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുമ്പോഴോ നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകളെ അറിയുന്ന കർത്താവ്, നിരൂപണങ്ങളെ അറിയുന്ന കർത്താവ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു കർത്താവ്. അവിടുന്ന് അറിയുക മാത്രമല്ല, അവിടുന്ന് സർവശക്തനാ. ഏത് വിഷയത്തിലൂടെ നാം കടന്നു പോകുന്നുവോ, ആമേ സ്തോത്രം, ആർക്കും തീർക്കുവാൻ കഴിയാത്ത പ്രയാസമെന്ന് തോന്നിയാലും ആ വിഷയത്തിന്റെ മധ്യത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായ ഒരു ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് നമുക്കും ഈ യോബിനെ പോലെ പറയുവാനായിട്ട് കഴിയണം, എൻ്റെ ദൈവമേ, ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ നിനക്ക് സകലതും കഴിയുമെന്നും, ആമേൻ, എന്നെക്കുറിച്ച് അങ്ങേക്കുള്ള ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഞാൻ ഈ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കർത്താവ് അങ്ങ് മാത്രമാണ്. ആമേൻ. ഞാൻ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ മധ്യത്തിൽ മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടാലോ, സ്തോത്രം, എൻ്റെ കൂടെയുള്ളവർ പരാജയപ്പെട്ടാലോ, സ്തോത്രം, പരാജയപ്പെടാതെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായവൻ എൻ്റെ കർത്താവും മാത്രമാണ്. സ്തോത്രം, ആമേൻ. ഞാൻ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരിക്കലും പുറത്തു വരികയില്ല എന്ന ചിന്തയിൽ പർവ്വത സമാനമായ വിഷയങ്ങൾ എൻ്റെ ചുറ്റും നിന്നാലോ ആ പർവ്വതങ്ങളെ ഇടിച്ച് സമഭൂമിയാക്കി അതിശയകരമായി എന്നെ മുന്നോട്ട് നടത്തുവാൻ കഴിയുന്ന കർത്താവ് അവിടുന്ന് മാത്രമാ. അവിടുന്ന് എന്നെ ഓഹരിയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്ന സമയത്ത് ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാ. സ്തോത്രം, ഇന്ന് നമ്മെ വിളിച്ചു വേർതിരിച്ചിരിക്കുമ്പോൾ നമ്മെ കർത്താവിന് നമ്മോട് പറയുവാനായിട്ടുള്ളത്, ഞാൻ നിങ്ങളുടെ കൂടെ ഒരു ഓഹരിയായിട്ടുണ്ട്. സ്തോത്രം, ഞാൻ അതിമഹത്തായ പ്രതിഫലമായി നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കൊലോസ്യ ലേഖനം 1 അധ്യായം അതിൻ്റെ 12 വാക്യം. അതെ, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി എന്ത് ചെയ്തിരിക്കുക, വെച്ചിരിക്കുക. നാം ഇരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ആമേൻ. നാം കടന്നു വന്നിരിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അതാ പുത്രന്റെ രാജ്യത്വത്തിൽ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാ. സ്തോത്രം, എന്തിനു വേണ്ടി? വെളിച്ചത്തിനുള്ള അവകാശത്തിനായി. സ്തോത്രം, ഇരുട്ടിന്റെ രാജ്യത്തിന്റെ അധിപതിയിൽ നിന്ന് നമ്മെ രക്ഷിച്ച, സ്തോത്രം, വെളിച്ചത്തിന്റെ രാജ്യത്തിൽ അവിടുന്ന് ആക്കി വെച്ചിരിക്കുകയാ. സ്തോത്രം, ഒരു കാലത്ത്, ഒരു സമയത്ത് ഇരുട്ടിലായിരുന്ന നമ്മെ നമ്മുടെ അരുമനാഥനായ പുത്രൻ മുഖാന്തരം തെരഞ്ഞെടുത്ത് അവിടുത്തെ ക്രൂശ് മരണം നിമിത്തം ആ രക്തത്തിന്റെ വിലയാൽ തെരഞ്ഞെടുത്ത് വെളിച്ചത്തിന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാ. ഇന്ന് പകൽക്കാലം എത്ര പേർ കുറപ്പുണ്ട്? ഞാനായിരിക്കുന്ന സ്ഥാനം, സ്തോത്രം, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വെളിച്ചത്തിന്റെ അവകാശത്തില്, ആ നിത്യ നിയമത്തിന്റെ അവകാശത്തില്, ആ നിത്യ വാഗ്ദത്തത്തിന്റെ അവകാശത്തില് എന്റെ കർത്താവിനെ ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അപ്പോസ്തലനോട് ചേർന്ന് പറയുവാൻ കഴിയട്ടെ, ആ കർത്താവിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നാം ഇപ്പോൾ വെളിച്ചത്തിന്റെ അവകാശികളാ. ഹല്ലേലൂയ. ഇന്നും കർത്താവ് അനേകരെ ആ വെളിച്ചത്തിന്റെ അവകാശികളാക്കി തീർത്തുകൊണ്ടിരിക്കുകയാ. സ്തോത്രം. ആ വെളിച്ചത്തിന്റെ പ്രത്യേകതയാണ് ഇപ്പൊ തിരുവെഴുത്തിൽ കൊലോസ്യ ലേഖനത്തിൽ നാം വായിച്ചത്. സ്തോത്ര, സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലുള്ള അവകാശമാ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. അതുകൊണ്ടാണ് നാം മുമ്പേ പറഞ്ഞത്, അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് പകൽക്കാലവും ആ ദൈവാത്മാവ് നമ്മോട്, നമ്മുടെ ഹൃദയങ്ങളോട് വ്യക്തമായി സംസാരിക്കുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട,
ഭ്രമിക്കേണ്ട. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആത്മാവ് ദാസ്യത്തിൻ്റെ ആത്മാവല്ല, ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവകാശം അത് വെളിച്ചത്തിൻ്റെ അവകാശമാ. സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്ന ഈ അവകാശം ചെറിയ അവകാശമല്ല. സ്തോത്രം. ഈ ദേശത്ത്, ഈ രാജ്യത്ത് നമുക്ക് ലഭിക്കുന്ന 10 സെന്റിൻ്റെയോ 1 ഏക്കറിൻ്റെയോ അവകാശമല്ല നൽകിയിരിക്കുന്നത്. പകരം സ്തോത്രം സ്നേഹസ്വരൂപൻ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ആ പൗരത്വത്തിന്റെ അവകാശം അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ തിരിച്ചറിവ് ലഭിച്ച ദൈവമക്കളെ കർത്താവിലൊന്ന് സ്തോത്രം ചെയ്യാവോ? ഹല്ലേലൂയ. ധൈര്യത്തോടെ പറയുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പറയുവാൻ കഴിയണോ? അതെ, എനിക്ക് ഭയമില്ല. എന്താ കാരണം? അത്ഭുതകരമായി അവൻ നടത്തുവാൻ ശക്തനായ ഒരു കർത്താവ് അവിടുന്ന് എന്നെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവൻ എനിക്ക് ഭയപ്പെടാനായിട്ട് കാര്യമില്ല. ഞാൻ സുരക്ഷിതനാ ദൈവത്തിൻ്റെ കരങ്ങളിൽ. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട അവകാശം തീത്തോസിന്റെ ലേഖനത്തിലെ 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് ആമേൻ. സ്തോത്രം. ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന മറ്റൊരു അവകാശം നിത്യജീവന്റെ അവകാശം, പുത്രമുഖാന്തരം ലഭിച്ച അവകാശം. ആമേൻ. നമുക്കറിയാം, വിലക്കപ്പെട്ട കനി ആമേൻ ആ ഫലം ഭക്ഷിച്ചത് നിമിത്തം ആത്മീക മരണം സംഭവിച്ച മനുഷ്യന് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ ആ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ആവശ്യമായിരുന്നു. ആമേൻ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ യേശു ക്രിസ്തുവിന്റെ രക്തമുഖാന്തരം ആമേൻ സ്തോത്രം നിത്യജീവന്റെ അവകാശികളാക്കി തീർത്തിരിക്കുകയാ. സ്തോത്രം. കേവലം ആമേൻ ഒരു സാധാരണ ജീവന്റെ അവകാശികളല്ല നമ്മൾ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവന്റെ അവകാശികളാണ്. ആമേൻ. നമുക്കറിയാം, മനുഷ്യൻ തൻ്റെ ജീവൻ നിലനിർത്തുവാൻ ഈ ലോകത്തിൽ തനിക്കുള്ളതൊക്കെയും നൽകുവാൻ തയ്യാറാകും. ഒരു ജീവൻ നിലനിർത്തേണ്ടതിന് തനിക്കുള്ള സമ്പത്തോ തനിക്കുള്ളതൊക്കെയും കൊടുക്കുവാൻ തയ്യാറാകും. എന്നാൽ ചോദിക്കട്ടെ, ഈ നിത്യജീവൻ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തനിമിത്തം വചനത്തിൽ ഇപ്പം നാം വായിച്ചതുപോലെ കൃപയാൽ നമുക്ക് ലഭിച്ചതാ. അത് സൗജന്യമായി ലഭിച്ചതാ. ഈ നിത്യജീവന് നമ്മൾ സ്തോത്രം ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. സ്തോത്രം. ആമേൻ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ആ കർത്താവിന് വേണ്ടി നാം നിലകൊള്ളുന്നുവെങ്കിൽ കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവൻ അവയെ പ്രാപിപ്പാൻ കർത്താവ് ഇടയാക്കും. സ്തോത്രം. ഈ അവകാശം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന പ്രതിഫലമാ. ക്രിസ്തുവിനെ സേവിക്കുന്നവർക്ക്, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നവർക്ക് ആമേൻ അവിടുന്ന് നൽകിയിരിക്കുന്ന അവകാശമാണ്, അവിടുന്ന് നൽകിയിരിക്കുന്ന വാഗ്ദത്തം. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്ന വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. സ്തോത്ര. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നാം ഈ നിത്യജീവൻ പ്രിയ ദൈവത്തിൻ്റെ പൈതലെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തമാകയാൽ ഇന്ന് പകൽക്കാലം നാം ഒരുമിച്ച് വന്ന് നിൽക്കുമ്പോൾ സ്തോത്രം അവൻ ലേഖന കർത്താവിനോട് ചേർന്ന് പൗലോസിനോട് ചേർന്ന് പറയുവാനായിട്ട് കഴിയണം. അതെ, ഈ നിത്യജീവൻ കൃപയാൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന അവകാശമാ. സ്തോത്രം. എബ്രായ ലേഖനത്തിൽ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12:16 ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആ ഭക്തനും ആയിത്തീരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ലഭിച്ചിരിക്കുന്ന ഈ അവകാശം ഒരു ഊണിന് താൽക്കാലികമായി സ്തോത്രം വയർ നിറയ്ക്കുവാൻ കഴിയുന്ന ഒരു ഊണിന് നഷ്ടപ്പെടുത്തിയ യേശാവ് തന്നെ കുറിച്ച് പറയുന്ന ആ ഭക്തനെന്ന ഭക്തി
നഷ്ടപ്പെട്ടവനെന്ന. എന്നാൽ സ്തോത്രം, ദൈവ പൈതലെ, ഈ ലോകത്തിലുള്ള യാതൊന്നിനും വേണ്ടി എനിക്ക് ലഭിച്ചിരിക്കുന്ന നിത്യജീവൻ എന്ന അവകാശം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഉറച്ചുകൊണ്ട് അവൻ അവസാന ശ്വാസം വരെയോ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. സ്തോത്രം. അതിനോട് ബന്ധപ്പെടുത്തിയ റോമലേഖനം 8 നാം വായിച്ചത്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അടുത്ത വാക്യം, സ്തോത്രം, നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ നിത്യജീവന്റെ അവകാശത്തെ കുറിച്ച് നമുക്ക് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ഓരോന്നിനും എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവകാശം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ഈ ലോകത്തിലെ ഏതെങ്കിലും മോഹങ്ങൾക്ക് വേണ്ടി അവൻ എനിക്ക് നൽകിയിരിക്കുന്ന അവകാശത്തെ ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. എനിക്കൊരു ഉറപ്പുണ്ട്, അവൻ സ്തോത്രം വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ്. ആമേൻ. ഇത് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, നമുക്ക് ഒരുമിച്ചൊന്ന് പറയുവാനായിട്ട് കഴിയുമോ? എന്നിൽ വെളിപ്പെടുവാനുള്ള, ഒരുമിച്ച് അതരങ്ങളെ തുറന്ന വാക്യം ഒന്ന് വായിക്കാൻ കഴിയുമോ? എന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ. ആമേൻ. സ്തോത്രം. പ്രിയ ദൈവത്തിന്റെ പൈതലെ, മറ്റൊരു ഉദാഹരണം, നാബോത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം. പിതാക്കന്മാരുടെ അവകാശം. ആമേൻ. ആഹാബ് ചോദിക്കുകയാണ്, നിനക്ക് ലഭിച്ചിരിക്കുന്ന ആ അവകാശം, ആഹാബിൻ്റെ അരമനയുടെ അരികിലുള്ള മുന്തിരിത്തോട്ടം, ആമേൻ, അത് ഞങ്ങൾക്ക് തരണമെന്ന് ആഹാബ് ആവശ്യപ്പെടുകയാണ്. നാബോത്ത് പറഞ്ഞു, സ്തോത്രം, എനിക്ക് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഇത് പിതാക്കന്മാർ എനിക്ക് നൽകിയ അവകാശമാ, അത് നഷ്ടപ്പെടുത്തുവാൻ എനിക്കിട വരരുതേ എന്ന് പറയുക. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഈ ഭാഗം കിടപ്പുണ്ട്. അവിടെ 21-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ എന്ത് ചെയ്യരുതേ, സംഗതി വരുത്തരുത്. സ്തോത്രം. ഇതറിഞ്ഞ ആഹാബ് രാജാവും കൂട്ടരും നാബോത്തിനെ കല്ലെറിഞ്ഞ് കൊന്നു എന്ന് ചരിത്രം പറയുമ്പോൾ അവൻ ഒരു കാര്യം യാഥാർത്ഥ്യമാ, താൻ തനിക്ക് ലഭിച്ച പിതാക്കന്മാരുടെ അവകാശം നഷ്ടപ്പെടുത്തുവാൻ നാബോത്ത് തയ്യാറായില്ല. ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചാലും ദൈവം നൽകിയിരിക്കുന്ന നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം അവൻ അവകാശം നഷ്ടപ്പെടുത്തുകയില്ല എന്നൊരു തീരുമാനമാ ഒരു ദൈവ പൈതലിനെ കാലത്തും ഉണ്ടാകേണ്ടത്. അമ്മേ, ജീവൻ കൊടുത്തും അവകാശം നിലനിർത്തിയ നാബോത്തിനെ പോലെ, ആമേൻ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഭക്തനായി തീർന്ന അവൻ യേശാവിനെ പോലെ ആകാതിരിക്കേണ്ടതിന് വചനം പറയുന്നു, സ്തോത്രം, നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ തെല്ലും സാരമില്ല. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് പകൽക്കാലവും നമുക്ക് ഒരുമിച്ച് പറയുവാനായിട്ട് കഴിയട്ടെ. ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങളെ സ്തോത്രം ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. അവൻ ദൈവം തന്നെ എൻ്റെ അവകാശമാ. അവൻ പുത്രൻ്റെ രാജ്യത്തിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്ന വെളിച്ചത്തിലുള്ളൊരു അവകാശമുണ്ട്. മാത്രമല്ല, നിത്യജീവൻ എന്ന അതിപ്രധാനമായ ഒരു അവകാശമോ സ്തോത്രം ആത്മാവിനെ എനിക്ക് നൽകിയത് മുഖാന്തരം എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുക. ആ ദൈവം നമുക്ക് സകലത്തിനും മതിയായവനാകയാൽ, പുത്രമുഖാന്തരം അവകാശം നമുക്ക് നൽകിയിട്ടുള്ളതാകയാൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച നമ്മെ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നാഥ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിൽ കേൾക്കപ്പെട്ട നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അതിമഹത്തായ വാഗ്ദത്തങ്ങൾക്കും അവകാശങ്ങൾക്കുമായി സ്തോത്രം. കർത്താവ്, ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ലല്ലോ, ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കയാൽ ഭയപ്പെടാതെ ഭ്രമിക്കാതെ ഇഹലോക ജീവിതം പൂർത്തീകരിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അവകാശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവെ, നിത്യത വരെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ കർത്താവ് സഹായിക്കണം. ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട്, ആമേൻ, വരുവാനുള്ള തേജസ് വിചാരിച്ച് അവിടുത്തെ വരവ് കാത്തുകൊണ്ട് കർത്താവെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാനവും മഹത്വവും ഞങ്ങളുടെ കർത്താവിനും മാത്രം തരുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് നാം തിരുമേശയിലേക്ക് പ്രവേശിക്കുകയാണ്. തിരുമേശയിൽ നിന്ന് പങ്കാളികളാകുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം
ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം. നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസന്മാരും കൂടെ മുമ്പോട്ട് കടന്നു വരുമല്ലോ. ആമേൻ. സ്തോത്രം. നാം എല്ലാവരും ദൈവസന്നിധിയിൽ